ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്തിന്റെ സ്വന്തം അബ്ദുൾ റഹ്മാൻ ഡോക്ടർ വീടിന്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മലപ്പുറത്തെ പൗരാവലി എന്നൊരു സംഘടനയുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു സ്നേഹോപഹാരം എന്ന നിലയ്ക്ക് അവർക്കൊരു ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ മലപ്പുറത്തെ എല്ലാ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അബ്ദുൾ റഹ്മാൻ ഡോക്ടർ എന്താണ് ആരാണെന്നൊന്നും. അപ്പോൾ നമുക്ക് ഏതായാലും അവിടെ നിന്ന് പോയി വരാം. അവിടുത്തെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് വരാം. ഓക്കെ. ഈ ഡോക്ടറെ അടുത്ത് ഒരു പ്രാവശ്യം പോലും പോവാത്ത മലപ്പുറത്തുകാരുണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവരുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പകുതി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറും. ഏതായാലും നമുക്ക് നേരിട്ട് അബ്ദുൾ റഹ്മാൻ ഡോക്ടറെ അടുത്ത് കണ്ട് സംസാരിച്ച് വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കാം. അപ്പം നോക്കിയിട്ട് അനക്ക് ഞാൻ മരുന്നില്ല കുട്ടിയെ ഇപ്പൊ മുപ്പതായ രീതി ഇന്നലെ ഇയാളൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലെ. അപ്പം ഇങ്ങനെ നല്ല ഹൈ പ്രഷറാണ്, ഇല്ലെങ്കിൽ കടക്കേണ്ടി വരുന്നു. അപ്പം ഒരു എന്നെ സംബന്ധിച്ച് ഒരു പ്രവാചകനാണ്, പ്രചരിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു കടക്കേണ്ടി വരുമ്പോൾ മര്യാദയ്ക്ക് നിർണയിച്ചത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 14-ാമത്തെ ദിവസം ഞാൻ അത് പറയാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പറയാണ്. ഇതേപോലെ ഹരിക്കുണ്ട് ഇപ്പൊ രാജമാഷ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു അത് കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങൾ ഡോക്ടറാണല്ലോ, നിങ്ങളെങ്ങനെ ഒരുപാട് അത് ഇതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു ശബ്ദമാണ് സത്യത്തില്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഡോക്ടർമാരെ അടുത്തേക്കില്ല. രണ്ടാമത് ഡോക്ടറുടെ അടുത്താണെങ്കിലും ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോഴേ 83-ലൊക്കെ ഒരാള് ഒരു ജോലി വന്നിട്ട് ഒരാളെ ഒരു വൈകുന്നേരം അയാൾക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. നാളെ വേഗം. അപ്പൊ വൈകുന്നേരം ടെൻഷനായിട്ട് ലോണു അപ്പം താങ്കൾക്കുള്ള ആളാണ്. അങ്ങനെ ഒന്നാണ്. അപ്പൊ ഈ ഞങ്ങൾക്കൊന്ന് രാജമാഷ് പറഞ്ഞ ഞങ്ങൾക്കൊന്ന് ആദരിക്കാതിരിക്കാൻ പറ്റില്ല നമ്മളെ മനസ്സേ. അപ്പം ഇയാള് എന്തായാലും ഇന്ന് രാവിലെ വിളിച്ചിട്ടുള്ളൂ. രാവിലെ 3-4 ആളെ വിളിച്ചപ്പം എനിക്ക് എന്റെ വലിയ അമ്മയുടെ അമ്മ മുതല് ചികിത്സിക്കുകയാണ്. അപ്പം എനിക്ക് 2 കാര്യം പറയണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു ചടങ്ങുകളായിട്ടൊന്നും ഇപ്പം കിട്ടുന്നില്ല. ഞാൻ അധികം സംസാരിക്കാനും ഇല്ല, കാരണം ഡോക്ടർ എപ്പോഴാണ് നിങ്ങൾ ചീത്ത അറിയാൻ അറിയില്ല, ചീത്തത്തിൽ അറിയില്ല. ഇല്ല, നന്മ കൊണ്ടാണ്. അതെ, നന്മ നന്മ മാത്രമേ ഉള്ളൂ. എന്താ ഇയാള് പറയട്ടല്ലേ? എനിക്ക് വർത്താനൊന്നും പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ശരിയാവും. പക്ഷെ പുറകിലേക്ക് വരുമ്പോ പിന്നെ മലപ്പുറത്തി കുറെ കാര്യം പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞു 2 പേരും കൂടി പരിചയപ്പെടുന്നു. അബ്ദുൾ റഹ്മാൻ ഡോക്ടർ, മറ്റൊന്ന് മരിച്ചുപോയ ഡോക്ടർ ഭൂമിയുടെ. അത് ഞാൻ ഡോക്ടറെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോ എന്റെ ചരിത്രം അറിയും, കുറച്ച് ഫുട്ബോളൊക്കെ അറിയുന്നത് കൊണ്ടും ചെറിയ എന്താ പറയുക വൈദ്യശാസ്ത്രം ചെറിയ പോയിന്റ്സൊക്കെ അറിയുന്നതുകൊണ്ടും സംസാരിച്ച് വളരെ കമ്പനിയായിരുന്നു. ഏറ്റവും വലിയ വിഷമം വാക്കാർക്ക് വേണ്ടത്ര നമ്മളത് പ്രാധാന്യം നൽകുന്നത് മനസ്സിലാക്കുന്ന വിഷമം. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ മാത്രമേ പറഞ്ഞ മാറ്റം സംസാരിച്ചത്. എനിക്ക് ഡോക്ടറെ പെട്ടെന്ന് പരിചയമില്ല, ആദ്യമായിട്ട് കാണുന്ന കഴിഞ്ഞിട്ട് അദ്ദേഹം ഡോക്ടർക്ക് 2-3 പ്രാവശ്യം പോയി. എനിക്ക് തോന്നിയത് എനിക്ക് പേടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തും സംസാരിക്കണം, അതാണ് ഏറ്റവും വലിയ പേടി. എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറെ നമ്മൾ പേടിക്കാനാണ്. നമ്മൾ ഡോക്ടറെ പേടിക്കാൻ എന്ന് വെച്ചാൽ അത്ര പേടിയാണ്. അപ്പൊ ആ ഒരു പേടൊക്കെ ഞാൻ പേടിക്കുന്നു. എന്തിന് ഇത്രയും ഭയങ്കര മനുഷ്യൻ, എന്തിനെത്രയും രോഗികളോട് നല്ല അവിടെ എത്തുന്നവരോട് ബൈസ്റ്റാൻഡറാണെങ്കിൽ അല്ലാതെ എന്തിനത്ര പേടിയായിട്ട് സംസാരിക്കുന്നു, എന്തിനാണ് ഇത്ര ലാളിത്യമായി സംസാരിക്കുന്നത്, എന്തിനാണ് ഇത്ര മലപ്പുറം ഭാഷയിൽ സംസാരിക്കുന്നത്? ഞാനങ്ങനെ ഒബ്സർവ് ചെയ്യും, ഐ ഹവ് ബീൻ ഒബ്സർവ് ചെയ്യും. അപ്പൊ സംസാരിക്കുന്നു. ഞാൻ 2 പ്രാവശ്യം പോയി ഇപ്പൊ എന്നെ പരിചയമായില്ല, പക്ഷെ എനിക്ക് ഉണ്ടായില്ല. ഞാൻ ചെറിയൊരു പണിതൊക്കെ പോയി അപ്പോൾ ഞാൻ നോക്കുന്നത് പൈസയെ കുറിച്ചാണ്. പൈസ കിട്ടാത്തവരുണ്ട്, ഡോക്ടർ തിരിച്ചു കൊടുക്കുന്നവരുണ്ട്, ഒരു ഗർഭ തമാശയ്ക്കും പേപ്പറിൽ കൊടുക്കുന്നവരൊക്കെ എന്താണ്
അപ്പോഴാണ് ഞാൻ പറയുന്നത് ചോദിക്കാം, ഇങ്ങനെ അൽവാക്കനെ പരിചയപ്പെട്ടു, മാനക്കാനെ പരിചയപ്പെട്ടു, സമീപനെ പരിചയപ്പെട്ടു, ചത്തക്കാനെ പരിചയപ്പെട്ടു, എല്ലാവരും പരിചയപ്പെട്ടു, എനിക്കിന്ന് ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് എനിക്ക് പഠിച്ചത്, ഞാൻ ആകെ പഠിച്ചൊരു പാഠം ലാളിത്യത്തിന്റെ പ്രകൃതി. ഇത്രയും ലളിതമായി സംസാരിക്കാൻ കഴിയും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ധാരണ ഇന്ത്യകളിലെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞുണ്ടാകുന്ന കാരണങ്ങൾ ഡിഗ്രിയും മെഡിസിനൊക്കെ കഴിഞ്ഞ് കുറച്ച് ജയിച്ചതാണ്. പലപ്പോഴും പിന്നെ പേഷ്യൻസിലൂടെ ബൈസ്റ്റാൻഡറോടെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ അത് മനസ്സിലാവുന്നതാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ഇതല്ല കഴിഞ്ഞ് കറങ്ങില്ല. 2-3 പേര് അങ്ങോട്ട് പറയും, പക്ഷെ എന്തെങ്കിലും അപ്പൊ 2-3 അനുഭവങ്ങൾ ഞാൻ പറയുന്ന അനുഭവങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ അഭിനന്ദ എപ്പോഴും പറഞ്ഞു സുഖമായ 2 അനുഭവങ്ങളാണ്. 2 അനുഭവങ്ങൾ എന്നെ മനസ്സിലായി. അതാണ് ഡോക്ടർ. എന്റെ മകളൊക്കെ ഡോക്ടർ, പക്ഷെ ഞാനൊക്കെ പറയുമ്പോൾ വരെ കണ്ടുപിടിക്കണം. മറ്റൊന്നിട്ട് എനിക്ക് ഞാൻ ഡോക്ടറില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ക്ഷണിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അറിയുന്ന സാധനം അത് വണ്ടിയിൽ പോയി ഞങ്ങൾ ഭയങ്കര പിൽക്കാലത്തിലിരിക്കണം. മാഷനോട് പറഞ്ഞു തരും. അതാണ് അവിടെ ചികിത്സിക്കല്ല സംസാരിക്കണം. അപ്പം ഇപ്പോഴും എനിക്ക് മനസ്സിലായത് ഡോക്ടറാണ്. സത്യം എന്നൊക്കെ സത്യം. ഞാൻ മാഷനോട് നിങ്ങൾ എന്താ പറയാതിരിക്കുന്നു ചോദിച്ചപ്പോ മോശിരിക്കുകയാണ്. നമ്മൾ ഞാൻ ചെയ്യുമ്പോൾ ഇരിക്കണം. നിങ്ങളത് വണ്ടിയിൽ ഇങ്ങനെ ഭയങ്കര പാട്ടും വെച്ചിരിക്കും ധിക്കാരം. പിന്നെയാണ് പറഞ്ഞത് അത് ഡോക്ടറാണ്, ചികിത്സിക്കാണ്. ചികിത്സയല്ലേ, ചികിത്സ സാന്ത്വനം എന്നല്ല പറയുന്നത്, കൗൺസിലിംഗ് എന്നല്ല. അതിന് അപ്പുറത്ത് ഒരു പുതിയ വാക്ക് മലയാളത്തിലും ഇംഗ്ലീഷും ഞാൻ കുറിച്ച് സംസാരിച്ചു. വരാന്ന് പറഞ്ഞു, ആ പുതിയൊരു കാര്യങ്ങൾ സംസാരിച്ചു. അതിനൊപ്പം തന്നെയാണ് അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോഴാണ് എൻ്റെ കോഴ്സ് വേണ്ടി പറയുന്നത് 22 വർഷം മുമ്പ് കുട്ടിയാണ് വന്നത്. ഡോക്ടറെ കാണുമ്പോൾ പറഞ്ഞില്ല, ഡോക്ടേഴ്സിനെ കാണുമ്പോൾ പറഞ്ഞില്ല, വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഒരു 7 ഡോക്ടർമാരെ കണ്ട് PG സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ കണ്ടില്ല. തനിക്ക് കൊടുക്കുന്നു. ഒരു 2 മാസത്തോളം തന്നെ അതിന് മനസ്സിലാണ്. അപ്പോൾ ഈ വീട് ടെൻഷനായി ആര് പറഞ്ഞു നമുക്ക് കുട്ടികൾക്ക് പക്ഷേ പിന്നെ പുള്ളിക്ക് അറിയില്ല. ആരെ സംസാരിച്ചിട്ട് ഒരു അരമണിക്കൂറോളം സംസാരിച്ച് വളരെ സസൂക്ഷ്മമായി പുള്ളിയെ പരിശോധിച്ചുണ്ടാകും. ഇത് പറഞ്ഞു എനിക്ക് ഉദ്ദേശമില്ല ആസാണ്. അത് നിങ്ങൾ 8 വർഷങ്ങൾക്ക് മുളക് കൊടുത്തിന്റെ പരിച്ഛേദങ്ങളാണ്. എന്താണ് മലപ്പുറം എന്ന് അവിടെ വരുമ്പോഴാണ് പറയുന്നത്. സ്നേഹത്തിന്റെ, ലാളിത്യത്തിന്റെ, കരുണയുടെ, കനലിന്റെ, സ്വപ്നത്തിന്റെ എല്ലാത്തിന്റെയും നന്ദിയാണ് മലപ്പുറം. നന്മ മലപ്പുറംകാരനായിട്ട് ആണെങ്കിൽ പോലും മലപ്പുറംകാര അല്ലാത്തവർ എന്റെ സുഹൃത്തുക്കളെ പറയാം. പക്ഷെ മലപ്പുറം പേടിയാണ് പറയുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇന്ന് 50 ചുറ്റി നിൽക്കാൻ മതി. ഇവിടെയുള്ള ആൾമോസ്റ്റ് 60% ആൾക്കാർ മലപ്പുറംകാരുണ്ട്. മലപ്പുറത്തിന് അപ്പുറത്തുണ്ട്. മലപ്പുറത്തിന് ആ സ്നേഹത്തിന്റെ തെളിവുകളാണ് ലക്ഷ്യമായിട്ട് എവർക്കും എല്ലാവരുടെയും മലപ്പുറം തൊഴിലാളികളുടെ ശരിക്കും സ്നേഹത്തിന്റെ ബാക്കിയും സുഖവും നന്ദിയും കടപ്പാടും സ്നേഹവും സംസാരം എന്ത് പറഞ്ഞു ഡോക്ടർ അതൊക്കെ എപ്പോഴും വേണ്ട സാധനം. അതായത് ഈ വലിയ വേളയിലും ഇത് തുടങ്ങി വെച്ചതിന് ഈ പൗരാണിക്ക് അങ്ങേയറ്റും ഞാൻ നന്ദി പറയുന്നുണ്ട്. എന്റെ പേര് ഹരിദാസ്. ഞാൻ മണ്ണടി കോട്ടപ്പുറം. ഇവിടുന്ന് ഏകദേശം 12.5 കിലോമീറ്റർ ദൂരമാണ് ചേങ്ങോട്ടൂർ മണ്ണടി. അപ്പൊ അവിടുന്ന് എന്റെ അമ്മമ്മ മുതല് അമ്മ മീൻസ് ഞാൻ വരെ ഈ അദ്രിമ ഡോക്ടറെ കൊയോട്ടി ഡോക്ടറെ എനിക്ക് അറിയെങ്കിലും നല്ല പ്രശസ്തിയും പെരുമയൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും എപ്പോഴും മിക്കവാറും നമ്മൾ കുടുംബ ഡോക്ടറായിട്ട് പണ്ട് മുതലേ സന്ദർശിക്കാൻ ഒരു പ്രത്യേക ഡോക്ടർ. അപ്പൊ അത് പ്രകാരം അദ്രിമ ഡോക്ടറെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോ 1980 മുതല് വാർദ്ധക്യത്തിന്റെ ചെറിയ അസ്വാരസ്യങ്ങൾ തുടങ്ങുക എന്റെ വല്യമ്മയ്ക്കൊക്കെ കുറച്ചൊരു 65-60 ആ സമയത്താണ്. അതുവരെയൊന്നും വലിയ അന്ന് നമ്മളെ താളും തകഴിയുള്ള ശരീരപ്രകൃതിക്ക് അത്ര ഒരു അസുഖങ്ങൾ ഉണ്ടാവില്ല. അതിനുശേഷം എപ്പോഴും റുമാറ്റിസം വാദം ഉണ്ടാവും. എപ്പോഴും വാദത്തിന്റെ അസ്വരസ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ അന്നത്തെ റോഡൊന്നും ഇത്ര വളരെ ശോചനീയാവസ്ഥയിൽ. അപ്പൊ ഒരു മൃദുത്യാക്ക പറയാൻ ഒരു കാറ് ടാക്സി ഡ്രൈവർ പുള്ളിനെ വിളിച്ച് ആ കാറ് വിളിച്ച് ഞാനും എന്റെ അമ്മയും ഞാനും കൂടി, ഞാനൊരു ട്രൗസറിന്റെ പ്രായമാണ് ആ സമയത്ത്, ഈ അബ്ദുറഹ്മ ഡോക്ടറെ എടുത്തിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ എന്റെ അമ്മമ്മയോട് ഡോക്ടർ ആദ്യം കാണുന്ന ചോദിക്കണ്ട നിങ്ങൾ PTUസിന്റെ ഒപ്പം ഓടാൻ പോയിരുന്നു.
അപ്പൊ അപ്പൊ തന്നെ അമ്മമ്മ തറുതൽ പറയുന്നതാണ്, ഞാൻ ഓണമായിരുന്നു, നിങ്ങൾ കണ്ടുവച്ചു. അതന്നെയാണ് ഇതിന്റെ പ്രശ്നം. ഡോക്ടർ പറയും ഈ ഡോക്ടർമാരുടെ ഇന്നും ഡോക്ടർമാര് ഒട്ടും ഇതല്ല, പിറകിലല്ല. എങ്കിൽ കൂടി അന്നത്തെ ഒരു മധുര ഭാഷണം, മീൻസ് ഇത്ര സാന്ത്വനമായിട്ട് ലാളിത്യത്തോടു കൂടി നമ്മുടെ രോഗികളുടെ അടുത്ത് വാക്കാൻ ഒരു ശുശ്രൂഷ നടത്തുന്നുണ്ടെങ്കിൽ അതിലപ്പുറം പിന്നീട് മരുന്നിനുള്ള അവിടുത്തെ ഒരു സ്ഥാനം അതെപ്പോഴും ഞാൻ ഓർക്കും. അതുമാതിരി തന്നെ ഈ അബ്ദുറഹിമാൻ ഡോക്ടറെ ചികിത്സ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടാവും, എങ്കിൽ കൂടി മരുന്ന് എഴുതിയിട്ടുണ്ടാവുള്ളൂ. കാറിൽ നേരെ കെട്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയുണ്ട് ചോദിക്കും. ഈ അമ്മമ്മ മരുന്ന് കഴിച്ചിട്ടില്ല, ഈ അമ്മയോട് ചോദിക്കാന് എങ്ങനെയുണ്ട്. അബ്ദുറഹിമാൻ ഡോക്ടറെ കണ്ടാണ്ടല്ലോ എന്തൊക്കെയാണ് പകുതി അസുഖം മാറി. ഈ ഒരു ലളിതമായ വാക്കും ഒക്കെ കേൾക്കുമ്പോൾ, സാന്ത്വനത്തിന്റെ വാക്കും കേൾക്കുമ്പോൾ ഏതൊരു രോഗിക്കും പകുതി അസുഖം അവിടെ തന്നെ ക്ലോസ് ആകും. ഇനി വേറെ സംഭവം എന്താ വെച്ചാൽ നമ്മളെ അബ്ദുറഹിമാൻ ഡോക്ടർ അവിടെ ഒരു ചെറിയ റൂമാണ്, അവിടെ 2 പാർട്ടീഷനാണ്. ഈ പാർട്ടീഷൻ തട്ടിയ മാതിരി വെച്ചിട്ടുള്ള ഒരു ഏരിയയിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നിറയെ ഈ മലപ്പുറം എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ഭൂരിപക്ഷം പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ കുഞ്ഞാമ ഡോക്ടർ, ഈ അബ്ദുറഹിമാൻ ഡോക്ടർ, ഈ മജീദ് ഡോക്ടർ സാറുണ്ടായിരുന്നു. അവരെയാണ് ഏറ്റവും ആദ്യം കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു 30% ആൾക്കാരും ഈ ഡോക്ടർമാരെ കാണാം. അപ്പൊ ഇങ്ങനെ ലൈനാക്കി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വേർതിരിവില്ല. എല്ലാവരും ഈ തട്ടികന്റെ മുകളിൽ കൂടെ ഡോക്ടർ ഇന്നൊക്കെ പറഞ്ഞാൽ സീക്രട്ട് റൂമും ഇത് അതൊന്നുമില്ല, നേരെ അപ്പുറത്ത് പാളി നോക്കാണ്. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലാവും ഇവരുടെ മുഖത്തുള്ള ആ ഒരു വൈഷമ്യം. ഏറ്റവും ചെറുപ്പക്കാരനാണെങ്കിൽ ഏറ്റവും ആ മുഖത്ത് വായിച്ചെടുക്കും. ഇത്രയും കഷ്ടപ്പാട് ചെയ്യുന്ന രോഗിയാണെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കുകയും ഡോക്ടർ. അതല്ലെങ്കിൽ വാർദ്ധക്യാണെങ്കിൽ അങ്ങനെ വാർദ്ധക്യം. നമ്മുടെ തൊട്ട അയൽവാസിന്റെ പോക്കർക്കാരുടെ ഉമ്മാനായിട്ട് അതിന് അസ്തമയം ഒരു ദിവസം ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അന്ന് വന്ന സമയത്ത് പോക്കർക്കില്ല, അങ്ങനെ ഇത് കഷ്ടപ്പെട്ട് ബസ്സിനൊക്കെയാണ് അന്ന്, പിന്നെ ഗതാഗത സൗകര്യം കുറവാണ്. അബ്ദുറഹിമാൻ ഡോക്ടർ അടുത്ത് പറഞ്ഞപ്പോ പിന്നെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർക്ക് പിന്നെ കൊടുക്കാനുള്ള 10 രൂപ, 10 അന്ന് എത്ര 3 രൂപ 2 രൂപയാണ്. ഇത് മടിയിൽ കുറെ തെരഞ്ഞിട്ട് ഈ വെളിപ്പയ്ക്ക് ഇത് കിട്ടിയില്ല. അതിന് ഡോക്ടർ ഉദ്ദേശിച്ചല്ലോ 10 രൂപ അതിന്റെ പൈസ ഈ ഡോക്ടറെ അടുത്ത് കിട്ടിയ പൈസ അവര് എടുത്തിട്ട് കൊടുത്ത് അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന ഡോക്ടർമാര് വളരെ വിരളായി. ഇത്തരം ആൾക്കാരെ ഡോക്ടർ പറഞ്ഞാലും അത്തരം ഇത്തരത്തിലുള്ള ഡോക്ടർമാര് വളരെ വിരളാണ്. ഈ നാടിന്റെ ഏറ്റവും സ്പന്ദനായിട്ടും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഇത്രയും അധികം രോഗികൾ ഒരു ദിവസം എന്റെ അച്ഛനെ ഒരു വർഷം വന്ന സമയത്ത് അച്ഛന് പിന്നെ അന്നൊരു അറ്റാക്കിന്റെ ഒക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഇന്നത്തെ സാങ്കേതിക മേന്മ അന്ന് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇത് ചികിത്സിച്ചപ്പോൾ ഡോക്ടർ അത് പിന്നെ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു, നിങ്ങൾ ഇതിങ്ങനെ മരുന്ന് കഴിക്കുന്നത്. ഒരു പിറ്റേത്തെ പ്രാവശ്യം വന്നപ്പോ പറയാണ് അച്ഛന് സിഗരറ്റ് വലിക്കുന്ന ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. അപ്പോ അച്ഛൻ പട്ടണക്കാരായിട്ട് തിരിച്ചത്. ഡോക്ടർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നായരങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒന്നുകിൽ നിങ്ങൾ വീടിക്ക് സിഗരറ്റിന് വേണ്ടി പൈസ ചെലവാക്കുക, നിങ്ങൾക്ക് ആനന്ദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ മരുന്നിന് ഇത് ഒഴിവാക്കിയിട്ട് മരുന്ന് മേടിക്കണം, മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബ്ദുറഹിമാൻ ഡോക്ടറെ പറ്റി പറയാൻ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അതേമാതിരി തന്നെ എന്റെ അമ്മ വരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ചികിത്സിക്കാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ഒരു ശൈലി കൂടി തന്നെയാണ്. വീട്ടിലത്തെ ഒരു അംഗം ആണ് ചികിത്സിക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തോടു കൂട്ടിയാണ് ഒരു പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് എന്റെ വീട്ടിലെ പൂവുകളുണ്ട്, എന്റെ വീട്ടിൽ ഈ പൂവുകളൊന്നും കൊടുന്നിരുന്നത്, തുളസി ഉണ്ടെങ്കിൽ തുളസി എനിക്ക് കൊടുന്നിരുന്നത്. അങ്ങനെ ഒരുപാട് പിന്നെ അനുഭവങ്ങൾ ഏറ്റവും ഈ 3 തലമുറയ്ക്കും തന്നൊരു അബ്ദുറഹിമാൻ ഡോക്ടറെ അങ്ങേയറ്റം ഞാൻ വളരെ പ്രശംസിക്കുന്നു. ഈ പൗരാവലി ഇത്തരം ഇങ്ങനെ ആദരവ് കാണിച്ച് ഈ ഡോക്ടർമാർക്ക് ഇങ്ങനെ ആദരവ് കാണിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും വളരെയധികം നന്ദി പ്രകടിപ്പിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലപ്പുറത്തുകാർക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച മലപ്പുറത്തുകാരുടെ പ്രിയപ്പെട്ട ഡോക്ടറെ ആദരിക്കുന്ന ഈ ചടങ്ങ് വളരെയധികം സ്വാഗതമാകുന്നുണ്ട്. ഞാൻ ഉൾപ്പെട്ട അതുപോലെ മറ്റു പല സംഘടനകളും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ആദരം നൽകാൻ കഴിയും. ഇതൊന്നും നടക്കാത്ത കാര്യം നമ്മളെ സഭാഷൻ മാഷും രാജൻ മാഷും പിന്നീട് നടത്തി ഇതിൽ അറിയാൻ
ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലമാണ് നമ്മുടെ സുഗന്ധം എന്ന് പറയുന്നത്, നമ്മുടെ പ്രശസ്തി. ആ പ്രശസ്തി നമ്മൾ ആദരം കൊടുക്കണമെന്നില്ല, എങ്കിലും അത് ഓട്ടോമാറ്റിക്കായി വന്നു ചെയ്യും. ഇതുപോലെ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ വരും. അതുപോലെ ഇനിയും ഒരുപാട് പ്രശസ്തി വാനോളം ഉയർന്ന് അവരുടെ ശിഷ്ടജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്നത്തെ മുഖ്യാതിഥികളായ മലപ്പുറത്തെ ജനകീയ ഡോക്ടർമാർ എന്ന പേരിന് കാലാകാലങ്ങളായിട്ട് ഇത്ര കാലമായിട്ട് അർഹരായ രണ്ട് പേരുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർ അബ്രഹ്മാനും ഡോക്ടർ കുഞ്ഞമ്മവും. അദ്ദേഹത്തിന്റെ ഈ ഒരു ആധുനിക ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് എന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കിട്ടുന്നത്. അബ്രഹ്മാൻ ഡോക്ടറെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് എൻ്റെ ബാപ്പാനെയാണ്. വർഷം 2000 പെട്ടെന്ന് എന്നിൽ നിന്ന് പിരിഞ്ഞു പോയ എൻ്റെ പിതാവിനെയാണ് ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ ഓർത്തെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ബാപ്പായുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ബന്ധമായിരുന്നു അബ്ദുറഹ്മാൻ ഡോക്ടറായിട്ട്. അത് എന്തൊരു അസുഖം, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്ത് അസുഖമാണെങ്കിലും ഏതാണെങ്കിലും അബ്ദുറഹ്മാൻ ഡോക്ടറെ അടുത്ത് പോകാതെ ഡോക്ടർ ഇപ്പോ നമ്മുടെയൊക്കെ ഒരു വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ പാല് എന്ന് പറയുകയാണെങ്കിൽ മിൽമ എന്നാണ് നമ്മുടെ മലയാളികൾക്ക്. ടൂത്ത് പേസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന പേര് മാറ്റുമാശെ ഒരു കാലത്ത് കോൾഗേറ്റ് എന്നായിരുന്നു. അതുപോലെ മലപ്പുറത്തുകാർക്ക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേരെ ഓർമ്മയുള്ളൂ. മലപ്പുറത്തുകാർക്ക് ഡോക്ടർ വേറൊരു പേര് ഓർമ്മയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് മലപ്പുറത്തുകാരുടെ ഹൃദയം കവർന്നെടുത്ത ഇപ്പോഴത്തേക്ക് ഡോക്ടർമാരെ തന്നെ കുറ്റം പറയില്ല, അവരുടെ ജോലിയാണെങ്കിലും പല ഡോക്ടർമാരെയും ബാധിക്കൽ വലിയ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന അവരുടെ പേരും ഡിഗ്രിയേക്കാളും വലിയ ബോർഡ് താഴെ കാണും. എന്തായിരിക്കും മാഷെ? ഫീസ് 250, 350, 450. നമ്മുടെ മലപ്പുറത്തൊരു പ്രവണതയെ മാറി വലിയ സങ്കടമുണ്ട്. ഡോക്ടർമാരുടെ പേരും ഡിഗ്രിയാണ് മലപ്പുറത്തുകാർ നോക്കുക. മക്കളുടെ നമ്മുടെ അസുഖം മാറ്റി എത്ര പൈസ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് അല്ലെ? നമ്മൾ എത്ര പണം കൊടുക്കും നമ്മുടെ മക്കളുടെ കുടുംബത്തിന്റെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടി. പക്ഷേ ഡോക്ടർമാരുടെ വാതിൽക്കലും വെച്ചിട്ടുണ്ടാവും, ചെന്ന് കയറുന്ന ടേബിളിന്റെ മുകളിലും വെച്ചിട്ടുണ്ടാവും. അവിടെ പേരും ഡിഗ്രിയിലും വെക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു അബോധമായിരുന്നു. ഇന്നലെ വരെ ഞാൻ വെറുതെ ഇവിടെ വരുമ്പോ ഭംഗിവാക്ക് പറയില്ല. ഇന്നലെ മലപ്പുറത്തൊരു പ്രമുഖനായ ഡോക്ടറെ കാണാൻ പോയപ്പോ ഞാൻ എൻ്റെ ഭാര്യക്ക് സത്യം സാർ അറിയില്ല, ഞാൻ ഭാര്യയോട് ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു. പണ്ടൊരു അബ്ദുറഹ്മാൻ ഡോക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ രോഗത്തിനും ഏതാവട്ടെ അദ്ദേഹം കൈവിലും തൊട്ടാൽ തന്നെ കൈവ് പിടിച്ചൊരു നാടി നോക്കലുണ്ട്. നാടി നോക്കുമ്പോൾ തന്നെ പകുതി അങ്ങ് മാറി എന്നാണ് എൻ്റെ വാച്ചത്. അങ്ങനത്തെ അവിടെ ഒരു ഫീസിന്റെ ഒരു പട്ടിക നമ്മളെ സ്വാഗതം ചെയ്യുന്നില്ല. ഇവിടെ എല്ലാം പണത്തിന്റെ മൂല്യത്തിലാണ് ബന്ധങ്ങളും കടപ്പാടും ചികിത്സയും എല്ലാമാണ്. ആ ഒരു കാലത്ത് നമ്മൾ ആലോചിക്കണം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പോഴും ആരോഗ്യ സൗഖ്യത്തോടു കൂടി 2 ഡോക്ടർമാരും നിൽക്കുന്ന മലപ്പുറത്തിന്റെ തന്നെ ഒരു ഭാഗ്യമാണ്, അനുഗ്രഹമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇത്ര ആരോഗ്യ സൗഖ്യത്തോടു കൂടി ഒരുപാട് കാലം മലപ്പുറത്തിന്റെ ഒരു സ്നേഹം നുകർന്നുകൊണ്ട് 2 പേരും ജീവിക്കട്ടെ. അതിനെല്ലാ ആരോഗ്യ സൗഖ്യവും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തമ്പുരാൻ പടച്ചവൻ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ ഈ ചടങ്ങിന്റെ കാരണക്കാരെ രാജമാഷയും അതുപോലെ മറ്റ് സെബാസ്റ്റ്യൻ സാറേയും മാത്യു സാറെ എല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അപാരമായ ആ ഒരു ഇതിന് ഇതിന്റെ എല്ലാ അദ്ദേഹവുമായ നന്ദി. എല്ലാവരും പറഞ്ഞ കുറെ ചരിത്രങ്ങളുണ്ട്. കൂട്ടത്തിൽ എനിക്ക് കുറെ പറയാനുണ്ട്. ആ വളരെ ചെറുപ്പത്തിൽ 15 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഒരു സജഷനോ ഒന്നും ഇല്ലാതെ ഓപ്പൺ ആയിട്ട് ബ്ലോക്ക് ആശുപത്രി അതോടൊപ്പം KSRTC അത് നശിപ്പിച്ചു. അതിൽ വെച്ച് പിന്നെ ആ ഒരു ഓർമ്മയുണ്ട്. ഏതായാലും ഫീസുകളും ഒന്നുമില്ലാതെ സ്നേഹം മാത്രം കൈമുതലാക്കി നമ്മളെ ചികിത്സിക്കുന്ന അത്രമാത്രം 1000 സ്വപ്നം ചേർന്നിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിന്റെ കൂടെ ഇടയിലൂടെ വന്ന് ഓർമ്മയൊക്കെ ധാരാളമായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മൾ വലിയ ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അവർക്ക് തന്നെ ECG പോവാ, എക്സ്റേ എടുക്കുക, അതുപോലെ തന്നെ മറ്റ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒന്നും സാറ് പറയാറില്ല. സാറ് നമ്മളെ നോക്കിയിട്ട് എന്താണോ അത് ഡയഗ്നോസ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുന്ന നമ്മൾ എന്റെ ഇതുപോലെ സാറാണ് അടയാളത്തിന്റെ ഓർക്കയാണ്. എന്റെ കയ്യിന്റെ എനിക്കൊരു വാതിൽ വന്ന് അടക്കുന്ന വാതിലുണ്ട്, ഇരുമ്പിന്റെ വാതിൽ അങ്ങനെ തുടങ്ങിയപ്പോ ഇത് സാറടുത്ത് വന്നിട്ടാണ് അത് പിന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരുപാട് എന്ത് തന്നെ ചെവിവേദന ആണെങ്കിലും
ഇങ്ങനെയാണെങ്കിൽ എനിക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്നുള്ള ഒരു കാര്യമൊന്നുമില്ല. സാർക്ക് ഒരുപാട് അനുഭവമുണ്ട്. എല്ലാവരുടെയും അനുഭവം നമ്മളിവിടെ പങ്കുവെച്ചു. സാർക്കും നിങ്ങളുടെ ഡോക്ടർക്കും ശിഷ്ടകാലം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. ഈ പൗരാവലി സംഘടിപ്പിച്ചത് വളരെ നല്ല ഒരു കാര്യമാണ്. അവരുടെ ഇതിനെ ഞാൻ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ചെറിയൊരു ഔപചാരികത എല്ലാവരുടെയും ബഹുമാനപൂർവ്വ നമസ്കാരം. കൂടുതൽ പറയുകയാണെങ്കിൽ ഇനിയിപ്പോ ഡോക്ടർ ചീത്ത പറയുമെന്ന് അറിയില്ല, സംസാരം കൂടി പോകുമ്പോ. എന്നാലും ഒന്ന് നിയന്ത്രിക്കണം കേട്ടോ ഡോക്ടറെ. ഒരുപാടൊന്നും പറയുന്നില്ല. എന്നാലും ഡോക്ടർ രണ്ടുപേരെയും ഇപ്പൊ നമ്മള് ഒരാളെ കുറിച്ച് പറയുമ്പോ അങ്ങനെ ഇല്ല. ഡോക്ടറെ കുറിച്ച് ഒരാളെ കുറിച്ച് അറിയുന്ന കൂടുതൽ അറിയുന്നത് നമ്മൾ പറയുന്നു. പക്ഷെ മറ്റേ കുഞ്ഞായിമറ്റി ഡോക്ടറെ കുറിച്ച് ഇപ്പൊ മക്കരപ്പറമ്പിൽ ആരോടെങ്കിലും നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വാരോളം പറയാനുണ്ടായിരിക്കും. അതാണ് അവസ്ഥ. എന്തായാലും രണ്ടുപേരെ കുറിച്ചും നമ്മളിവിടെ ആദരവ് കൊടുക്കുന്ന വിശിഷ്ടാതിഥികളായിട്ടുള്ള അബ്ദുറഹ്മാൻ ഡോക്ടറും അതുപോലെ കുഞ്ഞായിമറ്റി ഡോക്ടറും, ശരിക്കും പറയാന്ന് വെച്ചാല് ചിലരൊക്കെ പറയും അംഗീകാരങ്ങള് നമ്മള് തേടി വരണ്ട. ചിലരൊക്കെ അംഗീകാരം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ ചിലര് പറയും അംഗീകാരം തേടി വരണമെന്ന്. എന്നാൽ ചിലര് അംഗീകാരം തേടി വന്നാലും അതിനെ നിഷേധിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള വളരെ ചുരുക്കം മനുഷ്യരിൽപ്പെട്ട 1-2 പേരാണ് ഇനി ഉണ്ടായിരിച്ച നമ്മുടെ കുഞ്ഞായിമറ്റി ഡോക്ടറും അബ്ദുറഹ്മാൻ ഡോക്ടറും. ഇത് പറയുകയാണെങ്കിൽ പിന്നെ എന്താ വെച്ചാ ഹസ്ബൻഡ് നമ്മളിങ്ങനെ ഇതിന് പിന്നാലെ നടക്കുന്ന സമയത്ത് ഒരാളോട് സംസാരിക്കാനിട വന്നപ്പോ പറഞ്ഞു 18 വർഷം മുമ്പ് ഇവർക്ക് 2 പേർക്കും ഒരു ബഹുമാന സൂചനായിട്ട് 4 ഡോക്ടേഴ്സിനെ വിളിച്ചു. അതിലൊന്ന് വേണുഗോപാലൻ ഡോക്ടറും പിന്നെ മറ്റൊരു ഡോക്ടറും പിന്നെ കുഞ്ഞായിമറ്റി ഡോക്ടറും അബ്ദുറഹ്മാൻ ഡോക്ടറും ആയിരുന്നു. അപ്പൊ ഇവർ 2 പേരും വന്നില്ല. അത് മന്ത്രിയെ വിളിച്ചിട്ടായിരുന്നു ആദരവ് കൊടുത്തിരുന്നത്. അപ്പൊ അതുപോലും വരാൻ കൂട്ടാക്കാതെ, കാരണം അതൊന്നും വേണ്ട, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. പണ്ട് കാലത്ത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കോട്ടയ്ക്കൽ ഒരു TMN ഉണ്ടായിരുന്നു. എന്താ അസുഖത്തിലും നമ്മള് അവിടേക്കാ പോവുക. അപ്പൊ അവിടുന്ന് ഒരു ബ്രൗൺ കളറിലുള്ള വെള്ളം തരും. അപ്പൊ നമ്മൾ വിചാരം എന്ത് അസുഖം വന്നാലും അവിടെ പോയത് ഒരുപാട് ജനങ്ങൾ കൂടി നിൽക്കും. ഒരു 70കളിലെ 75 എന്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞ 10 വയസ്സിന് താഴെയുള്ള കാലഘട്ടത്തില്. അപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നേ ഉള്ളൂ. അന്നൊന്നും ഒരുപാട് ഡോക്ടേഴ്സ് ഇല്ല, സംവിധാനങ്ങളും അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു പൂളക്കുണ്ടൻ ഡോക്ടർ ഉണ്ടായിരുന്നു വേറെ കോട്ടയ്ക്കല്. പിന്നെ നമ്മളുടെ വേങ്ങര കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ഗാന്ധിദാസ് ഒരു ഡോക്ടറെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ജനകീയമായിട്ടുള്ള ഡോക്ടേഴ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സംവിധാനങ്ങൾ കൂടി, ടെക്നോളജികൾ കൂടി. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരാനുള്ള അവസരങ്ങളിലും ആ ടെക്നോളജി ഒക്കെ നൂതനമായിട്ടായി. ബുക്ക് ചെയ്യുക, ഓൺലൈൻ ബുക്കിംഗ്, അവിടെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പരിശോധനകളും ECG മുതൽ MRI സ്കാനിങ് വരെ അങ്ങനെ വരെ എത്തി നമ്മളുടെ ഈ ഇന്നത്തെ ടെക്നോളജി. പക്ഷേ അതൊക്കെ ആണെങ്കിലും ഈ 2 പേരുടെയും പ്രാധാന്യം ഇന്ന് വരെയും കുറഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്ദുറഹ്മാൻ ഡോക്ടർ ആയാലും ഞാനൊരിക്കലും ആദ്യമായിട്ട് പോയത് ഹസ്ബൻഡിന്റെ ഈ പ്രഷറിന്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങളെ ഞാൻ നോക്കുന്നേ ഇല്ല, നിങ്ങൾ പോയി അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞ പിന്നെ വന്നപ്പോ ഞാൻ അങ്ങനെ ഈ രീതിയിൽ എത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നൊരു അവസ്ഥയില് അബ്ദുറഹ്മാൻ ഡോക്ടർ പറഞ്ഞത് എനിക്കറിയാം. അങ്ങനെ അപ്പൊ ഞാൻ ഈ തൊലിയുടെ ഡോക്ടർ പെരിന്തൽമണ്ണ ബുക്ക് ചെയ്തപ്പോ ഡോക്ടർ ഇല്ല. 2-3 എന്റെ നമ്പർ അപ്പൊ ടീച്ചറിന്റെ പോലും അപ്പൊ പോന്നപ്പോ അവിടെ 5-6 പേര്. ഈ 5-6 പേരെ ഒരുമിച്ചാണ് ഡോക്ടർ പരിശോധിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കുട്ടി എന്താ പറ്റി ആ ഒരു എല്ലാം ഞാൻ അദ്ദേഹത്തിനിട്ട് ചെന്ന പോലെ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് അതിപ്പോ എന്താ ചെയ്തത്, നീ ഇങ്ങനെ കഴിച്ചേ ചോദിച്ചിട്ട് ഒരു മരുന്ന് എഴുതിയിട്ടാണ്. എന്തായാലും 2 ദിവസം കൊണ്ട് എനിക്കത് മാറി. അതാണ് എനിക്ക് വലിയ സംഭവം. ഇപ്പൊ നമ്മുടെ ഓരോ അസുഖങ്ങൾക്കും അല്ലേ, വിരലിനൊരു ചെറിയ വിരലിന്റെ കാര്യം പറഞ്ഞു, അതിനിപ്പോ ആവിധ ഇപ്പോഴാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ, ഒരു ചെറിയ വിരലിന് വല്ല സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ നോക്കൂ അല്ലേ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും ജസ്റ്റ് MBBS ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു തന്നവരാണ് ഈ 2 പേരും. കുഞ്ഞാലിക്കുട്ടി ഡോക്ടറെ കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് മക്കരപ്പറമ്പിലുള്ളവര് ദൈവത്തെ പോലെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ബോയ്സിലൊരു ആരിഫ് ഉണ്ടായിരുന്നു.
ആരിഫ ഇപ്പൊ അമ്മക്കരപ്പുണ്ട്. അപ്പൊ ആരിഫയുടെ ഉമ്മയ്ക്ക് എന്ത് അസുഖം വന്നാലും എത്ര സീരിയസ് ആണെങ്കിലും പോകില്ല. കുഞ്ഞാൻകുട്ടി ഡോക്ടർ അവിടെ ഉണ്ടോ എന്നിട്ടേ പോവുള്ളൂ. അത്ര ലീവാണെങ്കിൽ വന്നിട്ട് മതി, വേദന സഹിച്ചാടിയില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് ആരിഫ പറഞ്ഞു. എത്രയോ പേർക്ക് ദൈവമാണെന്ന്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഭർത്താവിന്റെ കൂടെ ചെല്ലാനിട വന്നിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഉസ്വാസിന്റെ അസുഖം കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വരുന്ന ജനക്കൂട്ടം ഇപ്പോഴും ഉണ്ടല്ലോ, ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലേ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറായി ജനിച്ചതാണല്ലോ എനിക്ക് തോന്നാറുണ്ട്. ഈ അബ്ദുറഹ്മാൻ ഡോക്ടറെ കുറിച്ചിട്ട് ഞാൻ ഈ ചോദിക്കുകയായിരുന്നേ എന്താ സർവീസ്. അപ്പൊ ഇപ്പൊ ഇതുവരെ അറിയാത്തൊരു ഗ്രേറ്റ്നെസ് ആണ് ഞാൻ അറിയാൻ ഇടവന്നത്. അപ്പൊ 11ാമത്തെ ബാച്ചിലായിരുന്നു ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് അത് പൂർത്തിയാക്കിയത്. സാറ് 16ാമത്തെ ബാച്ച്. അത് കഴിഞ്ഞ കൂക്കോട്ടൂര്, വെട്ടത്തൂര്, പിന്നെ അങ്ങനെ അത്തോളി, അവിടെ നിന്നാണ് മലപ്പുറത്തേക്ക് വരുന്നത്. അവിടെ ഇവിടെ MSP വെച്ചിട്ടാണ് സാറ് സർവീസിന് പോയിരുന്നത്. അതിന്റെ രസം എന്താന്ന് വെച്ചാൽ സാറ് സർവീസ് പൂർത്തിയാക്കിയിട്ടില്ല. അത് മാത്രല്ല, VRS എടുക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ അല്ലെ, പക്ഷെ അതിന്റെ ബെനിഫിറ്റ് സാറിന് കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ വേണ്ട പെൻഷൻ വാങ്ങിക്കാത്ത അല്ലെ സാറ് റിട്ടയർമെന്റ് ബെനിഫിറ്റും അനുഭവിക്കാതെ വലിയ ഗ്രേറ്റ്നെസ് അല്ലേ ഇന്നത്തെ കാലത്ത്. അത് അപ്പൊ എനിക്കത് ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതുപോലെ മഹത്വം അദ്ദേഹത്തിന്റെ അല്ലെ, രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ആളായിരിക്കാം കുഞ്ഞാൻകുട്ടി ഡോക്ടർ. അദ്ദേഹത്തെയും ഞാൻ പ്രണമിക്കുകയാണ്. രണ്ടുപേരോടും എനിക്ക് വളരെയധികം ഒരുപാട് എന്താ പലപ്പോഴും വാക്കുകൾ കിട്ടില്ല നമ്മള് ഇതിങ്ങനെ പറയുമ്പോൾ. എന്തൊക്കെയായാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇവിടെ നിന്നിട്ട് ഇത് പറയാനുള്ള ഒരു അവസരം ലഭിച്ചതിനാണ് ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കോളി, ഞാനില്ല. പിന്നെ നമ്മൾ അഞ്ചെന്നുള്ള രീതിയിൽ കുഞ്ഞാൻകുട്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. കുഞ്ഞാൻകുട്ടി ഡോക്ടർ സമ്മതിച്ചിട്ടൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ ഇവിടെ സമ്മതിക്കുമല്ലോ. അപ്പൊ അവിടെ അന്ന് പറഞ്ഞാൽ ഞാനും ഇരുന്നേക്ക്. അല്ലാണ്ട് ഒരു മെന്റലി ഇപ്പോഴും അങ്ങനെ രണ്ടുപേരും ഇതിനോട് ഇരിക്കുന്നത് തന്നെ ഒരു ഉറുതിയായിട്ട് ഒതുങ്ങി കൂടാതെ അച്ഛന്റെ ബാപ്പയുടെ അനുജനായിട്ടുള്ള കുഞ്ഞാൻകുട്ടി ഡോക്ടറുടെ ഒക്കെ ജീവിതം കൈമുതലാക്കിക്കൊണ്ട് ഒരു മാതൃകയായിട്ട് ജനങ്ങൾ. അതാ ഞാൻ അന്ന് നമ്മള് സംസാരിക്കുന്ന കൂട്ടത്തില് ഡോക്ടറോട് ചോദിക്കുന്നത്, അവിടെ ഒരു പട്ടാമ്പി അവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു പാലം പണി ഉണ്ട്. അപ്പൊ സാറ് ചോദിച്ചൊരു ചോദ്യം, അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഗുണം? അതാണല്ലേ, ജനങ്ങൾക്ക് എന്താണ് ഗുണം? വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു പോളിസി എനിക്ക് പോലും നമുക്ക് പാടാക്കണ്ട. എന്നെ പോലെയുള്ള സ്വാർത്ഥമതികളായിട്ടുള്ള പലർക്കും പാടാക്കേണ്ട ഒരു അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. ഞാൻ എന്റെ മനസ്സിൽ തട്ടിയിട്ടാണ് പറയുന്നത്. രണ്ടുപേർക്കും എന്റെ പ്രണാമം. അതേപോലെ ഡോക്ടർ എന്തെങ്കിലും 2 വാക്ക് പറയണം. ജൂനിയർ ഡോക്ടറായിട്ട് ഞങ്ങള് മലപ്പുറത്തിന്റെ പിൻഗാമികളായിട്ട് കുഞ്ഞാൻകുട്ടി ഡോക്ടറുടെയും അബ്ദുറഹ്മാൻ ഡോക്ടറുടെയും പിൻഗാമികളായിട്ട് ഷാദിയ ഡോക്ടർ ഞങ്ങള് ഔപചാരികമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഷാദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവില് MBBS പെയിൻ ആൻഡ് പാലിയേറ്റീവില് നമ്മുടെ ജില്ലയിലുടനീളം സർവീസ് ചെയ്യുന്ന ഇവരുടെ പിൻതലമുറ എന്ന് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അത് സർവീസ് മെന്റാലിറ്റി ഇൻബോൺ ജന്മന ലഭിച്ച ഒരു വ്യക്തിയാണ്. MBBS കഴിഞ്ഞ് വേറെ ഒരു മേഖലയോട് തേടി പോകുന്നതിന് മുന്നേ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ കുഞ്ഞാൻകുട്ടി ഡോക്ടർ വരുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് വാപ്പ എന്ന് സമ്മതിച്ചത്. ഇങ്ങനെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു സമ്മതിച്ചു എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നാമത് സംഭവിച്ചത്. ഇപ്പൊ പിന്നെ പൊതുവെ അങ്ങനെ സോഷ്യലായിട്ട് ഇവന്റ്സിനൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ ഇപ്പൊ കുറച്ച് ആരോഗ്യ പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് അത് ആദ്യം അങ്ങനെ തന്നെയാണ്. ഒരു IMN മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഒന്നും പോകാറില്ല. പിന്നെ ഇപ്പൊ എല്ലാവരും വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും വന്ന് കാണാൻ സംസാരിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷം. ഡോക്ടർ പ്രോഗ്രസ് ചെയ്യണം, കഴിയുന്നവരെ ചെയ്യുന്നുണ്ട്. പ്രവൃത്തികൾ നമുക്ക്
മുഖം കാണുന്നില്ല ഡോക്ടർ നമ്മൾക്ക് അറിയാം ഇപ്പം പോലും നന്നായിട്ടല്ല രീതികൾ താല്പര്യങ്ങളുണ്ടാവും നമ്മൾ വളരെ നന്നായിട്ട് ഗ്രാമീണ വളരെ സംബന്ധിച്ചോളം എന്റെ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് അത് നാട്ടിൽ ഞങ്ങളന്ന് കോഴിക്കടയിൽ പറഞ്ഞു മോട് കൊടുക്കുന്ന ആള് ഞങ്ങൾ അത്രയും ഫ്രണ്ട്ലിയാണ് കളിക്കുന്നത്. ഞങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ട് ഈ ചടങ്ങ് ഉണ്ടാക്കി തന്നിട്ടുള്ള കുഞ്ഞമ്മ ഡോക്ടർ പ്രത്യേകം പറയണം. കാരണം എന്താ വെച്ചാല് ഇത് ഡോക്ടറെ പോയി കഴിഞ്ഞപ്പം അതൊന്നും വേണ്ട പിന്നെ പറഞ്ഞാണ്. പിന്നെ ഞങ്ങൾ തമ്മിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ കുറെ ആൾക്കാരെ കാണാൻ പറ്റിയായിരുന്നു. അതല്ല ആളെ കാണുന്ന ആള് ആയിരങ്ങൾ വരൂലേ, ആ ഒരു പരിപാടിയൊന്നും ഇഷ്ടമല്ല. അതിപ്പോ ഇദ്ദേഹം അത് ഇങ്ങനെ വരാൻ ഏറ്റത് കൊണ്ടാണ് സത്യത്തില് അബ്ദുറഹ്മാൻ ഡോക്ടറിനെ സമ്മതിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെക്കായിരുന്നു എല്ലാം ചീത്തയായിട്ട് അതങ്ങനെ പരിഗണിക്കുന്നത്. എന്നാൽ നമുക്ക് പോകാൻ അപ്പോൾ കുഞ്ഞാമത് കുട്ടി ഡോക്ടർക്കും അബ്ദുറഹ്മാൻ ഡോക്ടർക്കും കൊടുത്ത സ്നേഹോപഹാരമാണിത് മലപ്പുറം പൗരാവലിയുടെ വക. ഏതായാലും നമ്മുടെ ജനങ്ങളുടെ സാധാരണക്കാർക്ക് വേണ്ടി ജനിച്ച 2 ഡോക്ടർമാരാണ് ഇവർ. ഇവർക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുത്ത് ഇനിയും നല്ല കുറേ ആളുകളെ ചികിത്സിക്കാൻ കഴിയട്ടെ.